ഫേസിൽ നല്ല ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. സ്റ്റേജിൽ കയറാൻ പോകുന്നതിൻ്റെ നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നല്ല ടെൻഷനിലാണ് കേട്ടോ. ആദ്യം തന്നെ ഹെയർ സെറ്റ് ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ ഇടാനായിരുന്നു കേട്ടോ പോയിന്. രാവിലെ തന്നെ എണീറ്റപ്പം കൈത്തുളിക്ക് കേട്ടോ. കിടന്ന് എണീച്ചതായിരുന്നു. കറക്റ്റ് ആ പ്രോഗ്രാമിൻ്റെ അന്ന് തന്നെ പണി കിട്ടി എന്നൊക്കെ പറയാം. എനിക്ക് കൈത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഫൈനൽ റിഹേഴ്സൽ 9 മണിക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കളിച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല വേദനയായിരുന്നു. എങ്ങനെ കളിക്കുന്നൊന്നൊരു പിടുത്തമില്ലായിരുന്നു. കാരണം ഒരു വകയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് പിടിച്ച് തിരിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ മാഷുമാരായാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്ത് തന്നത്. നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ വീട്ടിലെ ഒരു അമ്മമ്മേൻ്റെ അടുത്ത് നിന്ന് മൂവൊക്കെ വാങ്ങി തേച്ചതിന് ശേഷമാണ് സ്റ്റേജിൽ കയറിയത്. അന്നേരം ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേസിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിരിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെയും കൂടി ടെൻഷൻ ഉണ്ടായിരുന്നു. കഴുത്തിൻ്റെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ സെക്ഷൻ ഞങ്ങൾ ഫൗണ്ടേഷൻ, ഹെയർ, പിന്നെ അതേമാതിരി ഹെയർ, ആഭരണങ്ങളൊക്കെ ഓരോ സെക്ഷൻ വൈസ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടോ പോയത്. നീതുവിൻ്റെ വീട്ടിൽ നിന്ന് അമ്മമ്മ കൊടുത്തേച്ചാണ്. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് കേട്ടോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം സ്റ്റേജിലേക്ക് പോകാനുള്ള ആ സമയം ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കുന്ന ആ സമയം ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ കയറി കളിച്ചു. കുഴപ്പമില്ലാത്ത രീതിക്ക് കളിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു. ഡ്രസ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുഴപ്പമില്ലായിരുന്നു എല്ലാവരും അഭിപ്രായം കേട്ടിട്ട്. അപ്പം ചെറിയ വീഡിയോ ഞാൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.